ഹായ്, എല്ലാവർക്കും സ്വാഗതം. അല്ലാമ ഇക്ബാലിന്റെ ജവാബെ ഷിക്വ സ്റ്റാൻസയിലേക്ക് കടക്കുകയാണ്. ഇനിയുള്ള വരികളൊക്കെ വളരെ ഉജ്ജ്വലമാണ്, ഗംഭീരമാണ്, നമ്മങ്ങനെ പിടിച്ചിരുത്തും. ഇനി അല്ലാമ ഇക്ബാലിന്റെ ആത്മരോഷം പറയാണ്, ഷിക്കായത്ത് പറയാൻ തുടങ്ങുകയാണ്. നമുക്ക് ആ വരികൾ കേൾക്കാം. വരികൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വല്ലാത്ത വരികളാണ്. ഇനിയുള്ള സ്റ്റാൻസുകളൊക്കെ ഇനി ഒരുപാട് വിഷയങ്ങളിലൂടെ അല്ലാമ ഇക്ബാലിന്റെ വ്യത്യസ്ത വികാരങ്ങളിലൂടെ, വ്യത്യസ്തമായ വികാര തീഷ്ണതയോടുകൂടി ഇങ്ങനെ വിഷയങ്ങൾ കടന്നു പോവുകയാണ്. നമുക്ക് ആ വരികൾ കേൾക്കാം. अस्सलाम दोस्तों, मैं मोहम्मद فرشوری नज़्म शिकवा का नवा बंद पेश कर रहा हूँ. मुलाहिज़ा फरमाएं. तू ही कह दे कि उखाड़ा दर खैबर किसने. തുഹി കഹ്ദക്കെ, നീ തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അല്ലാമ ഇഖ്ബാൽ ഇങ്ങനെ പറയാണ്, നീ തന്നെ ഒന്ന് പറയേ. കെ എന്തെന്നാൽ ഉഖാടെ ദരെ ഖൈബർ, ഖൈബറിന്റെ വാതിൽ, ഉഗടിനാന്ന് പറഞ്ഞ പിഴുതെടുത്തത്, പിന്നെ ഖൈബറിന്റെ കവാടം പിഴുതെടുത്തത് ആരാണ്? കിസ്നെ, ആരാണ്? ഖൈബറിന്റെ ചരിത്രമൊക്കെ അറിയുന്നവർക്ക് ഒരൊറ്റ വരിയിലാണ്. ഖൈബറിന്റെ ഹിജ്റ 7-ാം നൂറ്റാണ്ടിലെ ചരിത്രമായിരുന്നു. ഖൈബറിലേക്ക്, ജൂതകോട്ടയിലേക്ക് ഇസ്ലാമിക സമൂഹം മാർച്ച് ചെയ്യുകയും അങ്ങനെ ആ ജൂതന്മാരുടെ കോട്ട വളഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരിച രണ്ടായിട്ട് പിളർന്നു. നമ്മളൊരു ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ അതൊരു കവിതയിലൂടെ അങ്ങനെ പറയാണ്, ആ അലി റളിയല്ലാഹു അൻഹുവിന്റെ പരിച രണ്ടായിട്ട് പിളർന്നു. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ആ ഖൈബറിന്റെ കോട്ടയുടെ കവാടം പിഴുതെടുത്തുകൊണ്ട് അത് പരിചയമായിട്ട് ഉപയോഗിച്ചു എന്നതാണ് ചരിത്രം. അതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. അതൊറ്റ വരിയിൽ അല്ലാമ ഇഖ്ബാൽ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. ഉഗാഡാദരെ ഖൈബർ കിസ്നെ, ഖൈബറിന്റെ കവാടം പിഴുതെടുത്തതാരാണ്? അതൊക്കെ ഇങ്ങനെ ചരിത്രം വായിക്കുന്നവരൊക്കെ അറിയാം. പിന്നീട് അതേ കവാടം തൽസ്ഥാനത്തിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് 40ഓളം ആളുകൾ ചേർന്നുകൊണ്ടാണ് പിന്നീട് ആ തൽസ്ഥാനത്തേക്ക് വെച്ചത് എന്നൊക്കെ നമുക്ക് അറിയാം. അലി റളിയല്ലാഹുവിന്റെ ആ ഇച്ഛാശക്തിയും ആ ദൃഢപാഠവും ഒക്കെ, ഈമാനികമായ ആവേശമൊക്കെയാണ് അതിലൂടെ പറയുന്നത്. അടുത്ത വരിയിലും ഇതുപോലെ ചരിത്രം ഇങ്ങനെ പറയാണ്. പിന്നെ സീസറിന്റെ ചരിത്രം. शहर कैसर का जो था उसको किया सर किसने. അടുത്ത വരിയിൽ പറയുന്നത് സീസറിന്റെ പടയണിയിലെ പിടിച്ചു കെട്ടിയതാരാണ്? शहर कैसर का जो था उसको किया सर किसने. തോड़े मखलूق खुदावंदों के पैकर किसने. അടുത്ത രണ്ട് വരിയിൽ പറയുന്നത് സീസറിന്റെ പടയണിയെ പിടിച്ചു കെട്ടിയതും മനുഷ്യ ദൈവങ്ങളെയൊക്കെ കടപുഴക്കി എറിഞ്ഞതും ഒക്കെ ആരാണ്? അങ്ങനെ കിസ്നെ ആരാണെന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്ന പോലെ തുടക്കത്തിൽ പറഞ്ഞു, അള്ളാഹുവിനോ തുഹി കഹ്ദേക്കെ, അള്ളാഹുവെ നീ തന്നെ പറയൂ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആരാണ്? കിസ്നെ. ഇതിന്റെയൊക്കെ മറുപടിയിൽ ഓരോ വരികൾക്കും അല്ലാമ ഇഖ്ബാൽ മറുപടി പറയുന്നുണ്ട്. ജവാബെ ഷിക്വയിൽ ഇതിന്റെ ജവാബായിട്ട്, ഇതിന്റെ മറുപടിയായിട്ട് ഓരോ വരികൾക്കും അല്ലാമ ഇഖ്ബാൽ മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ സീസറിന്റെ ചരിത്രം, ബൈസന്റൈൻ ചക്രവർത്തിയുടെ ചരിത്രമൊക്കെ പറയാണ്. അതിനൊക്കെ കീഴടക്കിയ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രമൊക്കെ അല്ലാമ ഇഖ്ബാൽ ചോദിക്കുകയാണ്, ആരാണ് സീസറിന്റെ പടയണിയെ പിടിച്ചു കെട്ടിയത്? അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യ ദൈവങ്ങൾ, മനുഷ്യനെ അടിമകളാക്കിയപ്പോൾ, മനുഷ്യന്റെ അടിമയല്ല, മനുഷ്യ വിഗ്രഹങ്ങൾ ഉണ്ടായപ്പോ ആ വിഗ്രഹങ്ങളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് അങ്ങനെ മനുഷ്യന്റെ അടിമകളാകേണ്ടതല്ല എന്ന വലിയൊരു വിമോചനത്തിന്റെ ധ്വനി മുഴക്കിക്കൊണ്ട് അവിടേക്ക് കീഴടക്കിയത് മുസ്ലിം സമൂഹമാണ് എന്ന് അല്ലാമ ഇഖ്ബാൽ കവിതകളിലൂടെ പറയാണ്. ഖാലിദ് ബിൻ വലീദിന്റെ യുദ്ധപാഠവുമായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധ നിപുണനായിരുന്നു ഖാലിദ് ബിൻ വലീദ്. അങ്ങനെ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലാണ് സീസറിന്റെ പടയണിയൊക്കെ തൂത്തെറിയുന്നത്. അതുപോലെ ഖാദിസിയ യുദ്ധം, പേർഷ്യ, അന്നത്തെ വലിയ ശക്തിയായിരുന്ന പേർഷ്യ, ഖാദിസിയ യുദ്ധം പോലെയുള്ള ഒരുപാട് സമര പോരാട്ടങ്ങളിലൂടെ അവിടെയൊക്കെ ഇറാനിലൊക്കെ പിന്നെ ഇസ്ലാമിക സമൂഹം കടന്നു ചെന്നു. അപ്പൊ അടുത്ത വരിയിൽ ചോദിക്കുന്നത് ഇറാനികളുടെ അഗ്നികുണ്ഡത്തെ കെടുത്തിക്കളഞ്ഞതാരാണ്? काट कर रख दिए कुफ्फार के लश्कर किसने. किसने ठंडा किया आतिश कदए ईरां को. അടുത്ത വരിയിൽ ചോദിക്കുന്നത് ഇറാനികളുടെ അഗ്നികുണ്ഡത്തെ കെടുത്തിക്കളഞ്ഞതാരാണ്? പേർഷ്യ. ഖാദിസിയ യുദ്ധത്തിലൊക്കെ മുസ്ലിം സമുദായം നടത്തിയ മുന്നേറ്റങ്ങൾ, അങ്ങനെ പേർഷ്യയൊക്കെ ഇസ്ലാമിന് കീഴിൽ വന്നു. അപ്പൊ അതൊക്കെ അല്ലാമ ഇഖ്ബാൽ ഇങ്ങനെ പറയാണ്. പ്രവാചകന്റെ ഒരു പ്രവചനം ഉണ്ടായിരുന്നു. ഹന്തക്കിൽ കിടങ്ങ് വീഴിക്കുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞിരുന്നു, കിസ്രയും കൈസറും ഒക്കെ ഇസ്ലാമിക സമൂഹത്തിന് മുമ്പിൽ അടിയറ വെക്കുന്ന ഒരു കാലം ഞാൻ കാണുന്നു എന്ന് പ്രവാചകന്റെ പ്രവചനമുണ്ടായിരുന്നു. അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന ഒരുപാട് മുന്നേറ്റങ്ങൾ, വളരെ അംഗബലം കൊണ്ട്, ആയുധബലം കൊണ്ട് വളരെ ദുർബലമായിരുന്നു മുസ്ലിം സമുദായം. ആത്മവിശ്വാസം കൊണ്ട്, ആത്മവീര്യം കൊണ്ട് മുന്നേറ്റം നടത്തിയ ചരിത്രങ്ങളൊക്കെ അല്ലാമ ഇഖ്ബാൽ പറയാണ്. किसने फिर जिंदा किया तज़किरۂ यज़दां को. किसने फिर जिंदा किया तज़किरۂ यज़दां को. ഈ സ്റ്റാൻസയുടെ അവസാനത്തെ വരിയില് ഉമവി ഭരണകൂടത്തിലെ യസീദിന്റെ ചരിത്രം പറയാണ്. യസീദിന്റെ നാമം എന്നൊന്നും അനശ്വരമാക്കിയതാരാണ്? ഉമവി ഭരണകൂടമൊക്കെ നമുക്കറിയാം. അന്നൊക്കെ ഒരുപാട് ആഭ്യന്തരമായ ചില പ്രശ്നങ്ങളൊക്കെ തലപൊക്കിയിരുന്നു. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോലെ കർബല സംഭവം, അല്ലാമ ഇഖ്ബാൽ പല സ്ഥലങ്ങളിലും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ കർബലക്ക് ശേഷവും ഹർ കർബലയ്ക്ക് ബാദ്, ഓരോ കർബലക്ക് ശേഷവും ഇസ്ലാമിന് പുതിയ ഒരു ജീവൻ നൽകുന്നു, പുതിയ ജിന്ദഗി, പുതിയൊരു ജീവിതം ലഭിക്കുന്നു എന്നൊക്കെ അല്ലാമ ഇഖ്ബാൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ചരിത്രങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ഈ സ്റ്റാൻസയിൽ ചരിത്രപരമായ കാര്യങ്ങളാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത്. ഖൈബറിന്റെ കവാടത്തെ പറ്റി, അതുപോലെ ബൈസന്റൈൻ ചക്രവർത്തി സീസറിന്റെ പട്ടാളത്തെ പറ്റി,
ഇറാനികളുടെ അഗ്നികുണ്ഡത്തെപ്പറ്റി യസീദിന്റെ നാമത്തെ അനശ്വരമാക്കിയതെല്ലാം മുസ്ലിം സമുദായമാണ്. അത് നിനക്കറിയാമല്ലോ എന്ന് അള്ളാഹുവിനോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ആത്മകഥം പോലെ അള്ളാഹുവിനോട് പറയാണ്. ഏതായാലും അടുത്ത സ്റ്റാൻസ് അടുത്ത വീഡിയോയിൽ കേൾക്കാം. അതുവരെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.